ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പിൻ. ദോഷത്തിനു ദോഷവും ശകാരത്തിനു ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. പ്രിയമക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണമെന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഐകമത്യമുള്ളവരും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കണം. കൂടാതെ തിന്മകൾ പ്രവർത്തിക്കാതെ നന്മകൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ദൈവിക വരമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നാം തമ്മിൽ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. കൂടാതെ നാം മനുഷ്യരെ ബഹുമാനിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. നോക്കൂ, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. അതായത് സ്വഭാവ ശുദ്ധി തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ആദ്യം നാം വാക്യം വായിച്ചതുപോലെ ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും തമ്മിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മിൽ ഇവയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ ഇരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഹല്ലേലൂയ. ഒരുവൻ നമുക്കൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുപരിയായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കി നടക്കുകയാണ്. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പറും മറ്റും വായിക്കുമ്പോൾ പല വിധത്തിലുള്ള മീഡിയയിലൂടെ ഒക്കെ നമ്മൾ ഓരോ ഹല്ലേലൂയ വാർത്തകൾ കേൾക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ഒരുവന് വേണ്ടി മറ്റൊരുവൻ ഹല്ലേലൂയ അതിലുപരിയായിട്ട് നമ്മെ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ചെയ്യുവാൻ എങ്ങനെയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രിയ മക്കളെ, ഹല്ലേലൂയ, സ്വഭാവ ഗുണങ്ങൾ, ദൈവിക സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിച്ചോ അതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 2-ന്റെ 21 മുതലുള്ള വാക്യം നോക്കുമ്പോൾ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്നല്ല അതിന്റെ കുറ്റം കൊടുക്കേണ്ടത്. അതിന്റെ ഹല്ലേലൂയ ഭവിഷ്യത്ത് നമ്മളിൽ നിന്നുണ്ടാകാതെ നാം ദൈവപാദപീഠത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. യേശുവിന്റെ പാദപീഠത്തിൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വെക്കുവാൻ പറ്റുന്നത്. ഹല്ലേലൂയ. മാനുഷികമായിട്ട് ഹല്ലേലൂയ ഇന്ന് പലതും അതിന് വേണ്ടുന്ന എന്താണ് ഹല്ലേലൂയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോരുത്തരെ കണ്ടുപിടിക്കും. ഇതിനു വേണ്ടി എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ യേശുവിന്റെ പാദപീഠത്തിൽ ചെല്ലുമ്പോൾ പ്രിയ മക്കളെ, എല്ലാ കാര്യത്തിനും ഉത്തരം അവിടുന്ന് ലഭിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഹല്ലേലൂയ യേശുവെ പോലെ വേറെ ആരുമില്ല എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. നോക്കൂ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഹല്ലേലൂയ. നമുക്കറിയാം എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും കർത്താവ് ശരീരത്തിലെ വേദനയോടെ ഹല്ലേലൂയ അനുഭവിച്ചിട്ടും ഹല്ലേലൂയ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കർത്താവെ അങ്ങയുടെ ഇഷ്ടം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. മനുഷ്യർ നമ്മളെ എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം
എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം കർത്താവിന്റെ പാദപീഠത്തിൽ വെക്ക്. അവിടുന്ന് നമുക്ക് ഉത്തരം നൽകി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമാത്രം മാതൃകാപരമായ ജീവിതമാണ് നമ്മുടെ മുന്നിൽ കർത്താവ് നമുക്ക് കാഴ്ചവെച്ചു തന്നത്. ഹല്ലേലൂയ. നമ്മുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നന്മയ്ക്ക് പകരം നന്മ ഹല്ലേലൂയ ലഭിച്ചെന്ന് വരികയില്ല. പക്ഷേ നന്മയ്ക്ക് പകരം തിന്മയാണ് ലഭിക്കുന്നതെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന നമ്മെ യേശു കർത്താവ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. സദൃശവാക്യം 17:13 പറയുന്നുണ്ട്, ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ഹല്ലേലൂയ തിന്മ ചെയ്യാൻ പോകണ്ട. കർത്താപ്പച്ചൻ അവിടെ എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കും. ഇവിടെ പറഞ്ഞു, ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. പല ദോഷ ഭവിഷ്യത്തുകള് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നന്മയ്ക്ക് പകരം ഹല്ലേലൂയ നമ്മൾ തിന്മ ചെയ്യാനേ പോകരുത്. ആർക്കും നമ്മൾ ഒരു തിന്മ ചെയ്യാൻ പോകരുത്. നമ്മളാൽ ആവോളം നന്മകൾ ചെയ്ത് ഹല്ലേലൂയ മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്ത് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. സകല വിഷയങ്ങളുടെ മേൽ ന്യായമായി വിധിക്കുന്ന സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുന്നവരായിരിക്കണം. അവിടെ നിന്ന് പരിഹാരം ലഭിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി മുട്ടുകുത്തുമ്പോൾ നമ്മുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ മറ്റൊരുവനെ കാണാൻ പോകേണ്ട ആവശ്യം വരികയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി കണ്ണുനീരൊഴുക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവിടുന്ന് തക്ക സമയത്ത് തക്കതായ ആൾക്കാരെ ഓരോ വിഷയത്തിലും ഒരുക്കി തരും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിച്ചതുപോലെ നാം അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുന്നിൽ ആശ്ചര്യം കൂറുമാറ് ദൈവിക അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. മനുഷ്യർ അതും ഇതുമൊക്കെ പറയും. ഹല്ലേലൂയ. നാം അതൊന്നും ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ സന്നിധി നാം വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവകരം നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മളെപ്പോഴും വിനയബുദ്ധിയുള്ളവരായി മനസ്സലിവുള്ളവരായി ദൈവസ്നേഹം കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക, നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. ഹല്ലേലൂയ. എന്തിനാ? മറ്റുള്ളവരെ പോലെ തന്നെ നാം ആയിത്തീരുവാനല്ല പ്രിയ ദൈവമക്കളെ. മറ്റുള്ളവരിൽ നിന്നൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം കർത്താവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ അതാ ആഗ്രഹിക്കുന്നത്. നാം മറ്റുള്ളവരുടെ കൂട്ടത്തിലായി തീരുവാനല്ല, നമ്മളിലൂടെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രയോജനകരമായി തീരണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാ യേശുവപ്പൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം വേണം നമ്മൾ നടക്കുവാൻ, പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനം 12:10 പറയുന്നുണ്ട്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കൂടാതെ 16 പറയുന്നുണ്ട്, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. ഹല്ലേലൂയ. നോക്കൂ, എളിയവരെ ചേർത്ത് നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് ഒപ്പം ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, എളിയവരെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ക്ഷമാശീലമുള്ളവരായിരിക്കണം. എഫെസ്യർക്കെതിരെ 4:32 പറയുന്നു, നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഇന്ന് ആർക്കാണ് ക്ഷമിക്കുവാൻ കഴിയുന്നത് പ്രിയ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവർ ക്ഷമിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടത്? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ക്ഷമ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താപ്പച്ചൻ എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും എന്തെല്ലാം ഹല്ലേലൂയ ജീവിതത്തിൽ നേരിട്ടപ്പോഴും ക്ഷമിച്ചില്ലേ? നമ്മളോടും കർത്താവ് പറഞ്ഞതല്ലേ, നിങ്ങൾ തമ്മിൽ ക്ഷമിക്കുന്നവരായിരിപ്പിൻ. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹവും അനുഭവിക്കേണ്ടതെന്ന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് ആകാത്ത ദൈവഗീതമില്ലാത്തൊരു വാക്കും പുറപ്പെടാതെ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനങ്ങളിൽ നമുക്കായിരിക്കാം. കർത്താവ്
കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെല്ലാം പകയും പിണക്കും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി നിർത്തി യേശുവിന്റെ സന്നിധി ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ കർത്താവിനോടെല്ലാം പറയുവാൻ ദൈവമേ സഹായിക്കണമേ. എൻ്റെ അപ്പനാണ് പ്രവർത്തിക്കുന്നത്, അവിടുന്ന് ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തു കൊടുക്കണം കർത്താവേ. ഹല്ലേലൂയ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവരായി തീരുവാൻ ഓരോ മക്കളെ സഹായിക്കണം കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഓരോ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.